ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എവിടെയൊക്കെ ജീവിക്കുന്നോ അവിടെയൊക്കെ ജീവിത അവസാനം വരെ ഞാനും ഉണ്ടാവും നിന്റെ കൂടെ, നിന്റെ അന്തകമാതാവായിട്ട്. ലോകത്തുള്ള എല്ലാവർക്കും അമ്മ ദൈവമാണ്, എനിക്ക് മാത്രം എന്തെങ്കിലും ഈശ്വര. അമ്മേ, ഞാൻ ഓഫീസിലേക്ക് പോയിട്ട് വരാം. എടാ, എനിക്ക് ഈ ലോകത്ത് എന്നോടും നിന്നോടും അല്ലാതെ ഒരുത്തനോടും ഒരു ആത്മാർത്ഥതയില്ല. ഞാനും നീയും അല്ലാതെ ആരും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കണോന്നേ എനിക്കൊരാഗ്രഹവും ഇല്ല. എനിക്ക് 2 കൂടപ്പിറപ്പുകളുണ്ട്. അവന്മാര് 2 പേരും എന്റെ ബടാ ശത്രുക്കളാ. 2 ഞാൻ നശിപ്പിക്കും. ശേഖരൻ വെറും പുഴു. അവന്റെ കാര്യം ഞാൻ പിന്നത്തേക്ക് വെച്ചേക്കാം. ആദ്യം പ്രതാപം തീരണം. അവനെ തീർത്തിട്ട് ഇതെല്ലാം എന്റെ കാൽ കീഴിലാക്കണം. അല്ല, പിന്നെ എന്തിനമ്മ ആരതി ഒഴിഞ്ഞത്? അവനെ സർവനാശം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാ ഞാൻ ആരതി ഒഴിഞ്ഞത്. ഈ പോക്കില് അവൻ നശിക്കട്ടെ. ഒരു പോക്ക് പോട്ടെ. ജെയിംസേ. എന്താ സാർ? എനിക്കെന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നുന്നു. എന്താ സാർ? എന്താണെന്നറിയില്ല, പറഞ്ഞറിയിക്കാനാവാത്ത ഒരു പരിഭ്രമം. താൻ കാറൊന്ന് മെഡിക്കൽ സെന്ററിലേക്ക് വിട്. ഞാൻ രാജ് സാറിനെ വിളിക്കട്ടെ സാർ? ഏയ് വേണ്ട, ഞാൻ പറഞ്ഞനുസരിക്കുക. കാർ ഹോസ്പിറ്റലിലേക്ക് വിട്. ആ ശരി സാർ. വേണോട്ടാ, നീ ഇങ്ങോട്ടിരുന്നേ, വേറൊരു കാര്യം ആലോചിക്കാനുണ്ട്. എന്താ വേണോട്ടാ? അത് വരുന്നു പാതാളക്കാരണ്ടി. പാതാളക്കാരണ്ടിയോ? നീ നോക്ക്. ഇവരാണോ? ഇവര് ജീവിതാവസാനം വരെ ഇവിടെ കിടക്കാനാണ് ഉദ്ദേശം. ഒന്ന് പതുക്കെ പറ വേണോട്ടാ, അവര് കേക്കും. കേട്ടാ? അവർക്ക് നാണമാനൊന്നുമില്ല. എന്താണ് ആശാനും ആശാട്ടിയും കൂടെ പന്തം കണ്ട പെരിച്ചാഴിയെ കൂട്ടിരിക്കുന്നത്? എതിരെ വരുന്ന വിചിത്ര ജീവിയെ കണ്ട് അന്തം വിട്ടിരുന്നതാ. സത്യം പറയാലോ, വേണു ആശാനെ ഇപ്പൊ കണ്ട സർവേക്കല്ലി കുത്തിയിരിക്കുന്ന ഓന്തിനെ പോലെയുണ്ട്. അത് ശരി, സ്വന്തം ഭർത്താവിനെ ഓന്തെന്ന് വിളിച്ചപ്പോ നീ ഇരുന്ന് കിണിക്കണ. ഈ മരപ്പട്ടിയോട് മറുപടി പറയടി. പിന്നെ ദേ വരുന്നു ഭർത്താവ് ഉദ്യോഗസ്ഥൻ, ഇവിടെ ഭാര്യയുടെ PA. ആ വർമ്മ സാറിന്റെ വീട്ടില് പാൽക്കാരി അംബികയുടെ 7ാം കൂലിയായ PA. ഇതെന്താ, ഇവന് വല്ല മിണ്ടാവൃതമുണ്ടോ? അയ്യോ, അതൊന്നുമല്ല. എന്നെ കണ്ടപ്പം ഇവൻ പെട്ടെന്ന് മുനിയായിട്ട് മാറിയതാ. ഓ, ഇവൻ പണ്ട് നാടകത്തില് പ്രഹസ്പന മുനിയുടെ വേഷം കെട്ടിയിട്ടുണ്ട്. ഞാന് ആ സ്റ്റേജിന്റെ മുമ്പിൽ ചേരുന്നൊരു കൂവി ആ നാടകം പൊളിച്ച്. എന്താ ഇത്? ഇതൊരു അപേക്ഷയാ.
ആപ്ലിക്കേഷൻ. എന്താടാ അപേക്ഷ സ്വീകരിക്കാൻ ഞാനാരാ? തഹസിൽദാരാ? വായിച്ചു നോക്കിയിട്ട് ഈ പാവപ്പെട്ടവന് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാക്കി തരണം. ഉം? എനിക്ക് നിന്റെ കയ്യക്ഷരമൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ അരി ഉരുട്ടിക്കൊണ്ടുവരുന്ന ഉറുമ്പും കൂട്ടങ്ങളെ പോലെ അവന്റെ അക്ഷരങ്ങള്. ഇവനെ പോലെ തന്നെ കയ്യക്ഷരത്തിനും ഒരു വകതരവും ഇല്ല. അച്ഛാ ഇതൊന്ന് വായിച്ചു തരുമോ? എനിക്കും നാട്ടുകാർക്കും യാതൊരു ബഹുമാനവുമില്ലാത്ത വൃത്തികെട്ട തള്ളേ, നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോയി ഒന്ന് ഒടുങ്ങാമോ? എന്നെയും എന്റെ ഭാര്യ വീട്ടുകാരെയും ദയവായി ഇനി നിങ്ങൾ ശല്യപ്പെടുത്തരുത്. എന്ന് കഷ്ടകാലത്തിന് നിങ്ങളുടെ വയറ്റിൽ വന്ന് ജനിച്ചുപോയ മകൻ ജയൻ. എടാ ഇത് നേരിട്ടങ്ങ് പറഞ്ഞാ പോരെ, ഇതിനെന്തിനാ ഒരു ലെറ്റർ? ഇവരോടെ നേരിട്ട് പറഞ്ഞ് ഞാൻ മടുത്ത്. ഇനി ദിവസവും രാവിലെ ഓരോ കത്തുകൾ കൊടുക്കാന്ന് വിചാരിക്കുക. അങ്ങനെ 1000 കത്തുകൾ. അതിങ്ങോട്ട് താ. ഈ അപേക്ഷ ഞാൻ ഒരു ഫയലിലും വയ്ക്കുന്നില്ല. ഇത് ഞാൻ ചവറ്റുകൂട്ടിലേക്ക് എറിയുക. നീ എവിടെയൊക്കെ ജീവിക്കുന്നോ അവിടെയൊക്കെ ജീവിത അവസാനം വരെ ഞാനും ഉണ്ടാവും നിന്റെ കൂടെ, നിന്റെ അന്തകമാതാവായിട്ട്. ലോകത്തുള്ള എല്ലാവർക്കും അമ്മ ദൈവമാണ്, എനിക്ക് മാത്രം എന്തെങ്കിലായി ഈശ്വര. അമ്മേ, ഞാൻ ഓഫീസിലേക്ക് പോയിട്ട് വരാം. വേണുവേട്ടൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. പറയാം.